ഹായ് ഓൾ മക്കളെ, നമ്മളൊക്കെ സയൻസ് വളരെ ഇഷ്ടപ്പെടാറുണ്ട് അല്ലേ? സയൻസിലെ ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള കാരണമായിട്ട് നമുക്ക് തോന്നാറുള്ളത് സയൻസിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ് അല്ലേ? ചിലപ്പോൾ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ചിലത് നമുക്ക് ചെയ്തു നോക്കാൻ കഴിയുന്നതുണ്ടാകും, ചെയ്യാൻ കഴിയാത്തതുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ കാണുമ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ആലോചിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കി പഠിച്ചാലോ? വളരെ രസകരമായിട്ടുള്ള, ചിലർക്കൊക്കെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ തീയും പുകയും അല്ലേ, ചില ആസിഡ്സ് ബേസസ് ഒക്കെ ഉണ്ട് ഒഴിക്കുമ്പോൾ കുറേ പുകയും കുറേ എന്താ പറയുക ലൈറ്റും അങ്ങനെയൊക്കെ സ്മോക്കൊക്കെ വന്നാലേ എക്സ്പെരിമെൻ്റ് ആവുള്ളൂ എന്നാണ് ചിലരുടെ വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെരിമെൻ്റ് എവിടെ ഉണ്ട്? നമ്മളെ സയൻസിലുണ്ട്. അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഇന്നൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവരും എന്താ ചെയ്യുക, നമ്മളിവിടെ പറയാൻ പോകുന്ന ആ എക്സ്പെരിമെൻ്റ് നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, എന്താണ് എക്സ്പെരിമെൻറ്റിന് നമുക്ക് വേണ്ട സംഗതികൾ? പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇയാളാണ്. ആരാണ് ഇയാൾ? ഇത് നമ്മളെ ടെർമറിക് പൗഡർ ആണ് അല്ലേ, നമ്മളെ മഞ്ഞൾപ്പൊടിയാണ് സാധനം. അപ്പം എന്താ ചെയ്യുക, നമ്മളെ മദറിനോട് പറഞ്ഞു കണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എന്ത് ചെയ്യുക, ഒന്ന് കട്ടെടുക്കുക മീൻസ് മദറിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് മെല്ലെ എന്ത് ചെയ്യുക, ഈ ടെർമറിക് പൗഡർ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 3 ആളുകളാണ്. അപ്പോൾ ടെർമറിക് പൗഡർ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഇതേപോലെ ലിക്വിഡ് ആക്കി മാറ്റാം, അഥവാ കുറച്ച് വാട്ടർ എടുത്തുകൊണ്ട് വാട്ടറിലേക്ക് ടെർമറിക് പൗഡർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. അതേപോലെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനെഗർ വേണം. വിനെഗർ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടും. കുറച്ച് സോപ്പ് സൊല്യൂഷനും വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സോപ്പ് എടുക്കുക. എന്നിട്ട് സോപ്പിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഏതാണ്? ഈ പറഞ്ഞ ഡിറ്റർജൻസ് ആണ്. ആ ഡിറ്റർജൻസിൻ്റെ പൊടി എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് അതും ഉണ്ടാക്കി. എടാ, ഇവിടെ ഞാൻ എടുത്ത സംഗതി എന്താ അറിയോ? ഈ വിനെഗർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആസിഡ് ആണ് ഞാൻ എടുത്തത്. വളരെ വീക്കായിട്ടുള്ള ആസിഡാണ്. അസറ്റിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ആളാണ് ആര്? വിനെഗർ. ഇനിയോ ഈ പറഞ്ഞ ഡിറ്റർജൻറ്റിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബേസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ഒരു ആസിഡ് എടുത്തു, ഒരു ബേസും എടുത്തു. ഇനി നമ്മൾ ആദ്യം എടുത്ത ആ ടെർമറിക്കിൻ്റെ സൊല്യൂഷൻ ആവട്ടെ, അതെന്താണ്? അത് നമുക്കറിയാം. ടെർമറിക് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണ്. ആ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ആരെടുത്തത്? ടെർമറിക്കിനെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം നമ്മളെടുത്ത് ഈ ടെർമറിക്കിൻ്റെ ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്കറിയാം ടെർമറിക്കിൻ്റെ സൊല്യൂഷൻ എന്ത് കളറായിരിക്കും? നല്ല യെല്ലോ കളറായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക അല്ലേ? ഈ യെല്ലോ കളർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ യെല്ലോ കളറുള്ള ടെർമറിക് സൊല്യൂഷനിലേക്ക് കുറച്ച് എന്ത് ചെയ്യുക, സോപ്പ് സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കളർ മുഴുവൻ എന്ത് ചെയ്യും, അങ്ങോട്ട് മാറും. അത് ഏത് കളറായി മാറും? നല്ല റെഡിഷ് ബ്രൗൺ കളറായിട്ട് എന്ത് ചെയ്യും, മാറും. ഓക്കെ, റെഡിഷ് ബ്രൗൺ കളർ ഈ കളറായിട്ട് മാറും. ഒരു മാജിക് കാണുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യും, യെല്ലോ കളർ ഒരു സൊല്യൂഷൻ ഒഴിക്കുമ്പോഴേക്കും നല്ല റെഡ് കളറായിട്ട് എന്ത് ചെയ്യും, മാറും അല്ലേ? യെസ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് എന്തെന്നെ ഒഴിക്കണം എന്നറിയോ? അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഈ പറഞ്ഞ റെഡിഷ് ബ്രൗണിലേക്ക് നേരത്തെ എടുത്തു വെച്ച വിനെഗർ ഉണ്ടല്ലോ, കുറച്ച് വിനെഗർ മെല്ലെ ആഡ് ചെയ്യുക. മെല്ലെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ വീണ്ടും എന്തെന്നെയാകും, യെല്ലോ തന്നെയായിട്ട് മാറും. അപ്പോൾ കണ്ടോ, ഇതാണ് ആക്ച്വലി പല മാജിക്കിലും നടക്കുന്നത്. അവർ കളർ ചേഞ്ച് ഒക്കെ കാണിച്ച് നമ്മളങ്ങനെ അത്ഭുതപ്പെടുത്തും. നമ്മൾ വിചാരിക്കും എന്തോ വലിയ ദിവ്യത്വം ഉണ്ട് എന്ന് വിചാരിക്കില്ലേ? ഒരു ദിവ്യത്വമില്ല. പക്ക കെമിസ്ട്രി വെച്ചുകാണ്ട് അല്ലെങ്കിൽ സയൻസ് വെച്ചുകാണ്ട് ഇതേപോലത്തെ മാജിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ വീട്ടുകാരും കാണിച്ചു കൊടുക്കാൻ പറ്റും. മക്കളെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു തിയറി ഒന്ന് നോക്കിയാലോ? അവിടെ ആക്ച്വലി സംഭവിച്ചു വെച്ചാൽ നമുക്കറിയാം ടെർമറിക് എന്ന് പറയുന്നത് ഓൾറെഡി നല്ല യെല്ലോ കളറാണ് അല്ലേ? യെല്ലോ കളറുള്ള ഈ പറഞ്ഞ ടെർമറിക് നമ്മൾ എന്ത് ചെയ്തു, അതൊരു ഇൻഡിക്കേറ്ററാണ്. ആ ഇൻഡിക്കേറ്റർ ബേസ് ആയിട്ടുള്ള സോപ്പ് സൊല്യൂഷനിലേക്ക് ഒഴിച്ചപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തു അല്ലേ? എന്തായി മാറി? നല്ല റെഡിഷ് ബ്രൗൺ കളറായി മാറി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇൻഡിക്കേറ്ററായ ടെർമറിക് ബേസ് ആയിട്ടുള്ള സോപ്പ് വാട്ടറിൽ, സോപ്പ് സൊല്യൂഷനിൽ റെഡിഷ് ബ്രൗൺ കളറാണ്. ഇനിയോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ ആസിഡ് ആയിട്ടുള്ള വിനെഗർ ആഡ് ചെയ്യാണ് അല്ലേ? സ്വാഭാവികമായിട്ടും ഈ ടെർമറിക് അതിൽ അവിടെ തന്നെ ഉണ്ട്. ടെർമറിക് നേരത്തെ ഒഴിച്ച സൊല്യൂഷനിൽ അവിടെ തന്നെ ഉണ്ട്.
ടെർമറിക്കിന്റെ പ്രത്യേകത എന്താ അറിയോ? വിനെഗർ ആയിട്ടുള്ള ആസിഡ് ഒഴിക്കുമ്പോൾ അതിന്റെ കളർ എന്തായി മാറും? യെല്ലോ തന്നെയായിട്ട് മാറും. അപ്പൊ ആസിഡ് സൊല്യൂഷനുകളിൽ ടെർമറിക്കിന്റെ കളർ എന്താണ്? യെല്ലോ കളറാണ്. അതാണ് നമ്മൾ കുറച്ച് ആസിഡ് അഥവാ വിനെഗർ ഒഴിച്ചപ്പോഴേക്കും വീണ്ടും എന്തുതന്നെയായി? യെല്ലോ ആയിട്ട് മാറിയത്. ഇനി ഒരു ന്യൂട്രൽ ആയിട്ടുള്ള നോർമൽ വാട്ടർ ആണെങ്കിലോ പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതെന്ത് ചെയ്യുന്നു? ഈ ടെർമറിക് വാട്ടറിൽ ഒഴിച്ചാൽ യെല്ലോ കളറായിട്ട് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക ഉണ്ടാവുക. നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു മാത്രം. അപ്പൊ ഈ രൂപത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷനൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രൂപത്തേക്ക് മാറ്റാട്ടോ. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നല്ല വൈറ്റ് പേപ്പർ എടുക്കുക. വൈറ്റ് പേപ്പർ എടുത്തുകൊണ്ട് അതിലെന്ത് ചെയ്യുക? ടെർമറിക്കിന്റെ സൊല്യൂഷൻ ഒഴിക്കുക, എന്നിട്ട് ഡ്രൈ ചെയ്യുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്താൽ ഓക്കെ. അപ്പൊ ഈ വൈറ്റ് പേപ്പറിൽ ടെർമറിക്കിന്റെ സൊല്യൂഷൻ ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ചെയ്യുമ്പോൾ ഏകദേശം യെല്ലോ കളറായിരിക്കും ഉണ്ടാവുക അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അറിയോ? ഈ പറഞ്ഞിട്ടുള്ള ബഡ്സോ അല്ലെങ്കിൽ ചെറിയ പെന്നൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ബേസ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ സോപ്പ് സൊല്യൂഷൻ പോലുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വെച്ചുകൊണ്ട് ഈ ബഡ്സ് കൊണ്ട് എന്ത് ചെയ്യാം? നല്ല ഒരു പിക്ചർ എന്ത് ചെയ്യാം? വരക്കാം. അപ്പൊ ഇതേ രൂപത്തിലുള്ള ഒരു പിക്ചർ എന്ത് ചെയ്യാം? ആ ബഡ്സ് സോപ്പ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് അത് യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ആ യെല്ലോ ആയിട്ടുള്ള നമ്മളെ ടെർമറിക് ഡ്രൈ ആയിട്ടുള്ള പേപ്പറിൽ എന്ത് കളറിലുള്ള പിക്ചർ വരും? നല്ല റെഡിഷ് കളറിലുള്ള ഒരു പിക്ചർ നമുക്ക് നമ്മൾ വരക്കുന്നതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും അല്ലേ? അപ്പം എന്തൊരു അത്ഭുതമാണ്. ഒരു സാധാ നമുക്ക് ചെറിയ കുട്ടികൾ വേണമെങ്കിൽ പറ്റിക്കാം. സാധാ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സോപ്പ് സൊല്യൂഷൻ എടുക്കുന്നു. ആ സൊല്യൂഷനിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരച്ചപ്പോഴേക്കും റെഡ് കളറൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടും റെഡ് കളറിലുള്ള മനോഹരമായിട്ടുള്ള പിക്ചറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പറഞ്ഞ പേപ്പറിൽ വരക്കാൻ സാധിക്കും. അപ്പം ഈ രൂപത്തിൽ എന്ത് ചെയ്യാം? തിയറിയിലൂടെ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകളിലൂടെ നമ്മൾ സയൻസിന് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ സാധിക്കും. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയ മുഴുവൻ ആളുകളും നമ്മുടെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, എന്താണ് ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യവും അതിൽ നിന്നുള്ള നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ളതും ഒന്ന് ഫീഡ്ബാക്കായിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ എക്സ്പെരിമെൻറ്റുകളും പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.